ഇത് പാമ്പ്, അത് തേള്. അപ്പുറത്തുള്ള പാറ്റ, വലിയ പാറ്റ. മുതലാ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തായ്ലാൻഡിൽ നമ്മളെ ശരത്തിന്റെ സാരഥി ഹോളിഡേയ്സിൽ നമ്മളൊരു യാത്ര വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഹോട്ടലും പരിസരമെല്ലാം കാണിച്ചു തരും. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് ആയിട്ടാ, നമ്മൾ ഇന്ന് വന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ക്ഷീണം പിടിച്ച ദിവസമാണ്. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഉറങ്ങലും ചെയ്ത് ഇന്ന് നമ്മൾ വൈകുന്നേരം ശരത്ത് പറഞ്ഞു ഇടയോ, അതായത് ഇങ്ങനെ ഇവിടെ എന്തെല്ലോ വെറൈറ്റി ഫുഡാന്ന് പറഞ്ഞു ശരത്ത കിട്ട ക്യാമറ എടുക്കുന്നത്. അപ്പോൾ ഫുഡ് എന്തെല്ലോ ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കാണാൻ വേണ്ടി പോവാം. അതുപോലെ തന്നെ ചെറിയൊരു ഷോപ്പിംഗ്, നമുക്ക് ഡ്രസ്സ് ഇങ്ങനെ ഇന്ന് അധികം നമ്മൾ ഡ്രസ്സ് എടുത്തില്ല. ചരിത്രത്തിന് അധികം ഡ്രസ്സ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ടൗണിലേക്ക് പോവാം, ഇങ്ങനെ ഭക്ഷണം കാര്യങ്ങൾ. നമ്മളെ ഡ്രസ്സ് എടുത്ത ഈ മാക്സി സാരി എല്ലാം ഇന്ന് ഇട്ടിട്ട് വരുമ്പോ ആൾക്കാർ നമ്മളെന്നെ നോക്കുന്നുണ്ട്. സാരി എടുക്കും ഒരിതാണ് എന്തോ ഒരു നാണക്കേടാണ്. അപ്പൊ ഇതിങ്ങനെ കൊടുത്തിട്ട് ഒരുപാട് കൊല്ലങ്ങളായി ഞാനിങ്ങനെ നടക്കുന്നത്. പെട്ടെന്ന് നമുക്ക് മാറ്റാനാവൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കവി ഓൺലൈനിൽ മേടിച്ചൊരു സാധനം, ഇത് നാട്ടിൽ നിന്ന് മേടിച്ചാണ്. ഇവിടെ ഇട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ സെറ്റായി. അപ്പൊ കുറച്ച് ചെറിയ ഡ്രസ്സെല്ലാം മേടിക്കണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫുഡെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ ഇവര് വന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മൾ എവിടെ വേണമെങ്കിലും ഇന്ത്യക്കകത്തും പുറത്തും എല്ലായിടത്തും കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു തരും. നല്ലൊരു ഫ്രണ്ടാണ് ശരത്ത്. എന്താ പറയാ, മോനാണ് ശരത്ത്. നമ്മളെ മോനെ പോലെ തന്നെ ഒരേട്ടനും അനിയനെ പോലെ. ഫോണിൽ ഇങ്ങനെ വായിച്ച അങ്ങനെ കേട്ടതേ ഉള്ളു, നേരിട്ട് ആദ്യമായിട്ടാ കാണുന്നത്. പക്ഷെ അതുപോലെ ഇല്ല, കൊറേ പരിചയമുള്ള കൊറേ ഉണ്ട്. നമ്മളെ വീട്ടിലെ ആൽപോലെ തന്നെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും യാത്രയായിട്ട് ബന്ധപ്പെട്ട എല്ലായിടത്തേക്കും പോലെ ശരത്തെ, എല്ലായിടത്തും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ശരത്തിന്റെ നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കും കേട്ടോ. ഞാൻ എന്തായാലും അവസാനവും പറയാം. അപ്പോൾ കോണ്ടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും യാത്ര ഉണ്ടെങ്കിൽ ശരത്ത് വരും, വന്നിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടെ ഡ്രൈവർമാരെല്ലാം എന്താ ഇങ്ങനെയാട്ടാ. ഇവരുടെ പേര് ബി എന്നാണ്. ബി ഹായ് ഹായ്. പട്ടായന്റെ ടൗണിലൂടെ നമ്മളിങ്ങനെ പോക്കാൻ കേട്ടാ. ഫുള്ള് മസാജ് പാർലേഴ്സ് ആണ്. എല്ലാം നല്ല പ്രൊഫഷണൽ മസാജുകളാണ്. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യേണ്ട സാധനമാണ് പ്രൊഫഷണൽ തായ്ലൻഡ് മസാജ്. പിന്നെ ടാറ്റു ഷോപ്സ് ഉണ്ട്, ഒരുപാട് ടാറ്റു ഷോപ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെ എല്ലാം ഇതിനി മൊത്തം ടൂറിസത്തിന് വേണ്ടിയുള്ള ഒരു ഏരിയ ആണ്. ഇതിവിടുത്തെ നൈറ്റ് മാർക്കറ്റ് ആണ്. ഫുഡ്, ഡ്രസ്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. ചീപ്പാണ്, നല്ല രസമാണ്. രാത്രി ഫുൾ ടൈം ഉണ്ടാകുന്ന സംഭവം. ഡ്രസ്സൊക്കെ നോക്കാൻ വേണമെങ്കിൽ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ. ഇവിടുത്തെ ഡ്രസ്സ് ഇട്ട് നോക്കുക, ട്രൗസറും ഷർട്ടും. പാവാട ട്രൗസർ എന്നാ അതിന്റെ പേര്. നമുക്ക് നോക്കലാന്ന്. ഇതാ വൈറ്റ് ഡ്രസ് ഉണ്ടല്ലേ, കാണാൻ നല്ല രസം. നല്ല തുണിയാന്ന് കേട്ടാ. അത് രസമുണ്ട്, നല്ല രസമുണ്ട്. ഞാൻ ഇതിലേതാണ്ട് എടുത്താലോ വെച്ചിട്ടാണ്. വൈറ്റ് വൈറ്റ് ഇത് കുറച്ച് നീളമുള്ളത്, കുറച്ച് നീളം. ബ്ലൂ അല്ലേ? ബ്ലൂ എടുത്തോ. ഇത് വെച്ചോട്ടോ, ഇവിടം വരെ ഉണ്ട് ഇത്. പക്ഷെ ഇത് കുറച്ചുകൂടി താവും. നിങ്ങൾ പറ. ഇതുപോലത്തെ ഡ്രസ്സുകളാണ് കേട്ടോ ഫുള്ളായിട്ട്. ഇതെത്ര നമ്മുടെ നാട്ടിലെ റേറ്റ് വരുന്നത്? നാട്ടില് 450-500. അതായത് 200 വെച്ചുമ്പോൾ 450-500 വരും. 100 വരുമ്പോഴത്തേക്ക് ഒരു 250-300 അടിപ്പിച്ചു. അപ്പൊ 2.5 ഒരു ഉറുപ്പിക്ക് 2.60. ഇവന് ഇതൊക്കെ മനസ്സിലായി കേട്ടോ. നമുക്ക് എന്താ പണിക്കുന്നത്? ഭാഷ അറിയാത്ത കൊണ്ട് കൈവാശല് കാണിക്കല്ല. ഇതുപോലത്തെ ഡ്രസ്സ് എനിക്ക് തന്നേന്ന്. അപ്പൊ തീർന്നല്ലോ സംഗതി. ആദ്യമായിട്ട് നാട്ടിലെ
പാട്ടുകൾ ഏതറിയാം? ഇല്ല നീ വേഗം ചാച്ചന്റെ ആദ്യമായിട്ടാണ് ഫസ്റ്റില് ഞാൻ മഞ്ഞ എടുത്തിട്ടില്ലേ കയ്യിലുണ്ട്? ഞാൻ ഉടുക്കുന്നത്. സെക്കൻഡ് ഇല്ല. ഓ അങ്ങനെ ഞാൻ എനിക്ക് ആദ്യമായിട്ടായിട്ട് ഉടുക്കുന്നേ. ഇനി ഉടുക്കൂല. നമ്മളെ നിർബന്ധിച്ചോണ്ട് അമ്മ ഇതുപോലത്തെ ഒരു സാധനം ഞാൻ മേടിച്ചില്ല. ഇത് നെഹി ഇത് ഹിന്ദി, ഇത് ഇംഗ്ലീഷ് വേണം. അവിടോ, അവിടോ, കേരള, മലയാളം, ഇന്ത്യൻ. ഇതൊന്ന് രണ്ടാളി കാണുമ്പോ ഒരുപോലെ ഉണ്ടല്ലോ. രണ്ടാൾ എടുത്ത് തന്നെ അതെ എടുത്തുന്നേ. ഒരു ഫോട്ടോ അടിപൊളി ചേട്ടാ. ചേട്ടാ ഇതെല്ലാം ഓരോരാള് ഓരോ സ്ഥലത്ത് കണ്ടുമുട്ടുന്നുണ്ട് ചേട്ടാ. ഇതെല്ലാം നോക്കിയാ അപ്പൊ അങ്ങനെ അമ്മക്ക് മേടിച്ച് എന്റെ ഒരു ആഗ്രഹം കേട്ടോ. ഇവിടെ വരുമ്പോ അമ്മേനെ ഇങ്ങനെ നിർത്തിക്കണം, കൂട്ടി നടക്കണമെന്നല്ലോ. ഭയങ്കര സന്തോഷം കേട്ടോ. വാട്ട് ഈസ് യുവർ നെയിം അമ്മേ? അമ്മേനെ ചങ്ങായി പേര് ചന്ദ്രി. ചന്ദ്രി ചന്ദ്രി ചന്ദ്രിയുടെ പേര് ചന്ദ്രി ചന്ദ്രി ചന്ദ്രി. വെരി ഗുഡ്. കാർത്തിയ കാർത്തിയായനി. അമ്മ കവി തായ് ഭാഷ തന്നെ. കപ്പുങ്കേലം പറഞ്ഞ അമ്മ പോവാ. ഇവിടെ നമ്മൾ കുറച്ച് ഡ്രസ്സെല്ലാം പർച്ചേസ് ആക്കിയിട്ടുണ്ട്. ഇതുവരെ ഒരു ചുരിദാർ ഇടാത്ത അമ്മ ഇന്ന് അങ്ങനത്തെ സാധനം എടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോ എന്നെക്കാട്ടി ഒരുപാട് പ്രായമുള്ള ആൾക്കാരെല്ലാം ഇത് ഉടുത്തിട്ട് അവരന്നെ തന്നെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ ഒരു ദിവസം ഉടുത്തിട്ട് അവരെ കാണിക്കാൻ വേണ്ടിട്ട്. അതെ, അവർ നോക്കുന്നില്ലെങ്കിൽ നമുക്ക് എടുക്കാലോ അല്ലെ? അങ്ങനെ അപ്പൊ ഞാൻ അവരെ നോക്കലും അവരെന്നെ നോക്കലും ആണ്. അതാണ് കുട്ടിക്ക് പാല് കൊടുക്കുന്നത്. നമ്മളിപ്പുറത്തെ ഭക്ഷണത്തിന്റെ സ്ഥലത്തേക്ക് വന്നെയാണ്. ഇവിടെ കണ്ട ഫുൾ തോട് ഐറ്റംസ് അല്ലേ? ഓ, നമ്മുടെ സീ ഫുഡുകളാ ഇതെല്ലാം. സീ ഫുഡ് ഉണ്ടല്ലോ, കണവ, സ്ക്വിഡ്, അങ്ങനെയുള്ള സാധനങ്ങളാ. നീരാളി ഉണ്ടല്ലോ, നീരാളി, കൊഞ്ച്, സാൽമൺ, അങ്ങനെയുള്ള കുറെ മീനുകളാ എല്ലാം വരുന്നത്. ഇതെന്നാടാ? അത് മീനാ. സാൽമൺ അല്ല, വേറെ ഏതോ മീനാ. ഇത് ചെമ്മീനാ, വലിയ ചെമ്മീനാണ്. ഇത് നമ്മുടെ ലോബ്സ്റ്റർ. ഇത് ലോബ്സ്റ്റർ എന്ന് പറയും. ഇതാ ലോബ്സ്റ്റർ എന്ന് പറയുന്ന സംഭവം. ഇത് മീനെ ചുട്ടു വെച്ചേക്കുക. ചൂടുണ്ടോ അതിനകത്ത്? ചുട്ടു വെച്ചേക്കുന്ന സംഭവം മൊത്തത്തില്. ഇത് ഓരോന്നിനും ഓരോ സെക്ടർ ആയിട്ടുണ്ട്. അത് ചിക്കന് വേറെ ഉണ്ട്. അത് പോർക്കാണ്. പോർക്ക്, ബീഫ് ആണ് അവിടെ വരുന്നത്. ആ, പിന്നെ ഫ്രൂട്ട്സിന്റെ സെക്ടർ വേറെ ഉണ്ട്. ഓരോന്നിനായിട്ട് ഓരോ ഇതായിട്ടുണ്ട്. ഓരോ സ്റ്റാളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഇത് 7 മണി ആയതല്ലേ ഉള്ളൂ. 7:40 ഉള്ളൂ. ഒരു 9:30-10 മണി ആയി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫുള്ള് ഇതാവുന്നത്. ഫുൾ തിരക്കായിരിക്കും. നല്ല രീതിയിൽ തിരക്കാവും. പിന്നെ ഇതെല്ലാം ഫുള്ളാവും. നമുക്ക് ഫുഡ് കഴിക്കുക, ഇവിടെ വന്നിരുന്ന് കഴിക്കുക, സംസാരിക്കുക, പോവാ. ജീവനുള്ള ലോബ്സ്റ്റർ, കൊഞ്ചല്ലേ? കൊഞ്ച എല്ലാം ഉണ്ട്. ചെമ്മീൻ, സീ അർച്ചിൻ എന്ന് പറയും, കടൽ ചേന എന്ന് പറയും. ആ സാധനമാണത്. ആ, ജീവനുള്ളത്. കണവ ഞാൻ ജീവനോട് കണ്ടിട്ടേ ഇല്ല കേട്ടാ. കണവേ നോക്കിയേ. ഇങ്ങനെ ഇതല്ലേ? അതാ പല പല ഭക്ഷണങ്ങളാട്ടാ. ഇതെല്ലാം നാടാ? ഇതെന്നാ? എടാ മുതലാ. ഗ്രില്ല് ചെയ്ത് തരും. നല്ല ഇറച്ചിയാണ്. മുതല കഴിക്കലുണ്ടാ നീ? ഓ, ഞാൻ കഴിച്ചിട്ടുണ്ട്. കരിക്കുണ്ടല്ലോ, കരിക്കിന്റെ ചിരട്ട ഉണ്ടല്ലോ, ചിരട്ട കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കും. കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഹോൾ ഇട്ട് തരും, സ്ട്രോ ഇട്ടങ്ങ് തരും കുടിക്കാനായിട്ട്. അതാണ് ഈ സാധനം. കരിക്കാണിത്. മുതല കൊറേ എണ്ണം കേട്ടാ. ഇതെല്ലാവരും മണാന്നട്ടെ വല്ലാത്ത. തലയെന്നാണ് ഇത് ഫ്രൈയാ? ഇതെന്നാ സംഭവം? തല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. തല ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കത്തേ ഉള്ളൂ. ഷോക്ക് വേണ്ടി വെച്ചേക്കോ. ഓ, അങ്ങനെ അല്ലേ? കുറേ തരം ഫ്രൂട്ട്സുകൾ കേട്ടോ. എല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം മാങ്ങ, പേരക്ക. ഇത് ഞാൻ ഇങ്ങനെ കണ്ടു, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഈ ചക്കേന്റെ പോലത്തെ. ആ, ചക്ക തന്നെടാ, പക്ഷെ അതിന്റെ വലിയ ചോള. ഇതാ ഈ ചക്ക കേട്ടാ. മോനെ
മുള്ളു കണക്കിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, മുള്ളൻ ചക്ക, ആ ഡുറിയൻ എന്ന് പറയുന്നത് ഏറ്റവും നാറ്റം സ്മെല്ലുള്ള ഫ്രൂട്ടാണ്. നമ്മുടെ ചക്ക കണക്കുള്ള സാധനമാണ് ഇത്. ഹോട്ടലിലൊന്നും കേട്ടില്ല, ഫ്ലൈറ്റിലൊന്നും കേട്ടില്ല. ഭയങ്കര സ്മെല്ലാണിത്. ഇതിന് ഭയങ്കര സ്മെല്ലാണ്, അതുകൊണ്ട് ഒരിക്കലും അവിടെ കയറത്തില്ല. ഞാൻ പറഞ്ഞ ചക്കയെന്ന് ചക്കയല്ലത്, ഡൂറിയനാണ്. കൈ വരെ നാറും. ഇതിന്റെ ഐസ്ക്രീം കഴിച്ചാൽ. ഓ, ഇവിടെ കുറെ ആൾക്കാർ വന്ന് നല്ല തിരക്കായി തുടങ്ങിട്ടാ. അപ്പൊ നമ്മളൊരു ഇത് ചെല്ലി, ഇതാ നമ്മൾ നാട്ടിൽ നിന്ന് പറഞ്ഞ സംഭവം കേട്ടാ. എന്തെല്ലാം ഇവിടെ കിട്ടുന്ന പറഞ്ഞേ. ഇത് ചെല്ലി, ഇത് പച്ചപ്പുൽച്ചാടി ഉണ്ടല്ലോ നമ്മുടെ പച്ചപ്പുൽച്ചാടി, അത് സാദാ പുഴു, ഇത് സാദാപ്പുഴു, ഇത് കുണ്ടളപ്പുഴു, ഇത് ഇതിന്റെ ചെറുത്, കുണ്ടളപ്പുഴുവിന്റെ ചെറുത്. അപ്പുറത്തുള്ള ചീവിട്, അത് പാമ്പിന്റെ കുട്ടി. പുഴു സാധാ നമ്മുടെ പുഴു ഉണ്ടല്ലോ, സിൽക്ക് വാം, തൊടല്ലേ. പിന്നെ ഇത് കുണ്ടളപ്പുഴു, ഇത് നമ്മുടെ പാറുകാലി എന്ന് പറയുമല്ലോ, സെന്റിപ്പേഡ് എന്ന് പറയുന്ന സാധനം. കരിങ്ങണി. അത് തന്നെ. അതെല്ലാക്കും. ഇത് തേള്, പാമ്പ്. തേള്, ഇത് പാമ്പ്, അത് തേള്. അപ്പുറത്തുള്ള പാറ്റ, വലിയ പാറ്റ. അത് ചീവിടാണ്. ചീവിട്, അത് പാറ്റ. കൂറ. കൂറ, വലിയ കൂറ അല്ലേ? അതെ. ബാക്കി ഇത് തവളയാണ്. തവള എവിടെ? തവള ഇത്രേ ഉള്ളു സാധനം. ഇത്രേ ഇവിടെ കഴിക്കുള്ളൂ. വഴി നോക്കി. വീഡിയോ മാത്രമേ ഉള്ളൂ, ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇല്ല. മലയാളം എവിടെ സ്ഥലം? തൃശ്ശൂര്. ഇത് എങ്ങനെയുണ്ടാവും കഴിച്ചാല്? ഇല്ല. വിശ്വാസമൊന്നുമില്ല. എന്നാലും ഒന്ന് കഴിക്കുന്ന കാണാൻ പറ്റുമോ? തീർച്ചയായും നമുക്ക് എല്ലാവർക്കും കാണാലോ. അതെ. പുഴു അടുക്കേ പിടിക്കണോ? ഞാൻ പിടിക്കാം. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പയറ് കഴിക്കുന്നതൊക്കെ ഉള്ളൂ. കറക്റ്റ് സമയത്ത് ഇത് ടേസ്റ്റ് വെക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇത് കാണിക്കാൻ പറ്റിയേട്ടാ. എന്താ പേര് ചേട്ടാ? സൗജിത്ത്. കുറെ ദിവസമായിട്ടാ തായ്ലാൻഡിൽ? 2 ദിവസമായില്ല. നമ്മുടെ പയറ് കഴിക്കുന്നതൊക്കെ ഉള്ളൂ. തവള ഇതിലെന്തെല്ലാം എടുത്തേ? പാമ്പ് എടുത്തിട്ടുണ്ട് ചേട്ടാ? പാമ്പ് എടുത്തില്ല. എല്ലാ ധൈര്യമില്ല. ഹായ് 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 ഹായ്. ഇങ്ങനെ ഫ്രൈ ആയി കൊടുക്കുന്ന ചേട്ടാ. തേളിനെല്ലാം ഇവിടെ കാണുമ്പോ എന്തോ ശരിക്കും പറഞ്ഞാല് ഒറിജിനൽ തന്നെയാടാ. ഒറിജിനൽ അല്ലടാ, പിന്നെ എങ്ങനെ? ഇങ്ങനെ കൊറേ സ്ഥലം ഉണ്ട് കേട്ടോ. കൂറാനെല്ലാം കണ്ട കൂറ. ഇവിടുത്തെ ഫുഡ് നമുക്ക് കണ്ടുതീർക്കാൻ പറ്റില്ല കേട്ടാ. അത്ര ഐറ്റംസ് ഉണ്ടല്ലേ, ഫുഡ് നമുക്ക് കണ്ടു തീരൂല. അത്ര ഐറ്റംസ് ഉണ്ട്. വലിയ ചെമ്മീനെല്ലാം കണ്ട കുറച്ച് കൊണ്ടുപോകും. നമ്മളിപ്പോ ഇത് കഴിക്കാനുള്ള മനക്കട്ടിയില്ലാത്തവരാണ്, അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ കാണാനേ പറ്റുന്നുള്ളൂ. കഴിക്കാൻ അറിയുന്ന ആളിനെ കഴിക്കായിരുന്നു അല്ലേ? പിന്നെ നിങ്ങൾ കഴിച്ചു നോക്കാമല്ലോ. അയ്യോ, നമുക്ക് കഴിക്കേണ്ട സാധനം ഇതുപോലത്തെ ഉള്ളു കേട്ടോ. ഇത് നല്ല സാധനം. ഇതിന്റെ പേരെന്നാ പറഞ്ഞേ? ഇത് നാനുണ്ടല്ലോ, നാനുണ്ടല്ലോ, നമ്മൾ ചപ്പാത്തി സാധനം, അത് വെച്ചിട്ടുണ്ടാകുന്നത്. ശരിക്കും പൊറോട്ട ഒക്കെ വെച്ച പോലെ ഉള്ളത്. നമുക്ക് ഇതൊന്ന് ആക്കി നോക്കാം. അത് പഴം, ബട്ടർ, ഇതെല്ലാം പഴത്തിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റോബസ്റ്റ, അത് എടുക്കാം.
നമ്മൾ ആടെല്ലാം ചുറ്റി വന്ന് അടുത്ത് കൊണ്ടുവന്ന സാധനമായിട്ട് ഇതെല്ലാം ഫ്രൂട്ട്സും കാര്യമെല്ലാം ഇവിടെ മനുഷ്യൻ തിന്നലാന്ന്. അപ്പൊ കവി ഇടുന്ന് കുട്ടീനെ ഉറക്കാൻ വേണ്ടി അഹോരാത്രം പണി കൊടുത്തിട്ടുണ്ട് കേട്ടാ. പാല് പിടിച്ചിട്ട് ഉറങ്ങിയില്ല. ഡാൻസ് ചെയ്തുകൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ട് ഒരു ഫുഡ് ആക്കുന്നുണ്ടാ. ഓക്കെ, താങ്ക് യു. വലുതാണ് കേട്ടോ കരിക്ക്. പക്ഷെ എങ്ങനെ എന്തോ ഒരു കഴിച്ച് ഇങ്ങനെ കുടിക്കുമ്പോ ഇറക്കുമ്പോ ഒരു സ്മെല്ല്, അതിലെന്തോ ഒരു സ്മെല്ലമ്മ, ഒരു പഴകിയൊരു. അല്ലടാ ഇത് ഇളനീര് അല്ല, എന്തോ ടേസ്റ്റ് മാറ്റോ. നീ ഞമ്മക്ക് മാത്രം തോന്നിയാ ഈ ഒരു തേങ്ങ എന്തും കായ്പറ്റാന്ന് അറിയില്ല. ഇതൊക്കെ എങ്ങനെ ഉണ്ടാ? അല്ല ആ ചൊയ എന്തോ പോലെ ഉണ്ടാ. അങ്ങനെ നമ്മള് അതാ ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയായിട്ടാ. ഇതാന്ന് വെച്ചാ നമ്മൾ ഇറങ്ങിയ സ്ഥലം. മോനെ എത്ര ദൂരാന്ന് നോക്കിയേ. കൊറേ ഉണ്ട് കേട്ടോ ആ സ്ഥലം. ആ പട്ടായ സിറ്റി ആരെന്ന് കണ്ടേ. ഇതാണ് പട്ടായയിലെ മെയിൻ ആയിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് പോകുന്ന വഴി. സോ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു നീല ലൈറ്റ് ഇട്ട വണ്ടിയുണ്ടോ? സോ അതാണ് ഇവിടുത്തെ ടുക് എന്ന് പറയുന്നത്. ടുക് ഇതിനകത്തെന്ന് വെച്ചാൽ 10 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണോ കയറാം, എവിടെ വേണോ ഇറങ്ങാം. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇനി രാവിലെ 3 മണി വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെയുള്ള ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുക, അവിടെയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ടുക് എന്ന് പറയും. സോ ഇപ്പോൾ നമ്മൾ ചെന്നിറങ്ങുന്നത് മെയിൻ ആയിട്ടുള്ള പട്ടായയുടെ നൈറ്റ് ലൈഫ് ഏരിയയിലോട്ടാണ് ചെന്നിറങ്ങുന്നത്. ക്യാമറമാൻ ബിജുവിനോടൊപ്പം ശരത്. നൈറ്റ് ബസാർ, പട്ടായ നൈറ്റ് ബസാർ. ഷോപ്പിംഗ് പക്ഷേ എപ്പോഴും നല്ലത് ബാങ്കോക്കിലാണ്. ഇത് പട്ടായ നൈറ്റ് ബസാറാണ്. കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും ചീപ്പായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ മാർക്കറ്റ് ഉണ്ടല്ലോ, മെയിൻ മാർക്കറ്റ്, അതുപോലത്തെ സ്ഥലമാണ്. നൈറ്റ് ബസാറാണ്. രാത്രി ഫുൾ ഉണ്ടാവും. ആ ഇത് സെൻട്രൽ പട്ടായ മോൾ എന്ന് പറയും. ഇവിടുത്തെ ഫേമസ് മോൾ. അത് ആ കാണുന്നില്ലേ, അതാണ് സെൻട്രൽ പട്ടായ മോൾ.